പ്രതി അനന്തുവിന്റെ വീടിനടുത്തുനിന്ന് സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, കോടികളുടെ ആസ്തി ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ചെന്നാണ് അറിയുന്നത്. അതാണ് അവിടെ കാണുന്നത്. ധന്യ, ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റത്തിന് പോകുന്ന വഴി കോളപ്രയിലാണ്. അനന്തകൃഷ്ണൻ്റെ വീട് ഇവിടെയാണുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലം ഈ മെയിൻ റോഡിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അവിടെ ചില ഹൗസ് പ്ലോട്ടുകൾ കാണാം. ഇതിൽ പലതും അനന്തു വാങ്ങിക്കൂട്ടിയതാണ് എന്നും പറയുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് ഉള്ളത്. ഈ കാണുന്ന വീടാണ് അനന്തു കൃഷ്ണൻ്റെ വീട്. ഒരു ഇരുനില വീടാണ്. ഈ വീട്ടിലാണ്, ഇവിടെയാണ് അനന്തകൃഷ്ണൻ ജനിച്ചു വളർന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കുറച്ച് നാളായി ഈ വീട്ടിൽ ആരും ഇല്ല, ആൾ താമസമില്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് വീടുള്ളത്. എന്തായാലും ഇതിന് മുമ്പ്, അതായത് ഈ തട്ടിപ്പെല്ലാം തുടങ്ങുന്നത് തന്നെ വളരെ ചെറിയ പ്രായത്തിലാണ് എന്ന് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. കാരണം ഈ ജനിച്ചു വളർന്നപ്പോൾ മുതൽ ഇത്തരത്തിൽ ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. ക്ലബ്ബ് വഴി അതുപോലെയുള്ള ചില സംഘങ്ങളെല്ലാം രൂപീകരിച്ചത് വഴിയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം. എന്തായാലും നമുക്ക് ഈ വീട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ അനന്തു കൃഷ്ണനെ നേരത്തെ പോലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്? അവൻ ചെറുപ്പം പോലെ ഇവിടെ ആയിരുന്നു അവൻ പഠിച്ചുകൊണ്ടിരുന്നതും ഇവിടെ ഇരുന്ന് വളർന്ന് വന്നതൊക്കെ. ചെറുപ്പം പോലെ ഇവിടെ തന്നെയായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പനും അമ്മയും എല്ലാം നേരത്തെ നമ്മൾ അറിയുന്നതാണ്. ഇവിടെ അടുത്ത പ്രദേശമൊക്കെ ഉള്ളവരാ. ഇവർ സ്ഥലം മേടിച്ച് വന്നതാണ്. എന്നാലും ചെറുപ്പം പോലെ നമുക്കറിയാവനെ. ഇങ്ങനത്തരത്തിലുള്ളൊരു തട്ടിപ്പൊക്കെ നേരത്തെ തന്നെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു തട്ടിപ്പിൽ പുള്ളി പങ്ക് ഉണ്ടെന്നുള്ളതാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. അതും കുറേ പൈസകളൊക്കെ പലരും പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാം. അതായത് ഒരു 2016 കാലഘട്ടത്തിലൊക്കെ 17 കാലഘട്ടത്താണ് ആ സംഭവം നടന്നേക്കുന്നു. പിന്നെയുള്ള ഈ പുതിയ തട്ടിപ്പ് അതിനെക്കുറിച്ച് ഇവിടെ ആൾക്കാരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ അല്ല അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു നല്ല മാന്യമായ രീതിയിൽ ഇടപെടുന്ന ഒരാളാണ്. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ എന്ന് നമുക്കറിയത്തില്ല. നിലവിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് വല്ലതും അറിയാമോ? അങ്ങനെ രാഷ്ട്രീയം പിന്നെ എല്ലാ ആളുകളുമൊക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം എന്ന് പറയാൻ നമുക്ക് പറ്റിയില്ല. കാരണം ഇപ്പോൾ ഈ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും എല്ലാവരുമായിട്ടൊരു കണക്ഷനിങ് ഉണ്ട് ഇവർക്ക് ഉണ്ട്. അപ്പോൾ ഏത് പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. ഏത് രീതിയിലെ തട്ടിപ്പ് നടത്തിയിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുന്നതായിട്ടോ പോലീസോ കാര്യങ്ങളോ വരുന്നതായിട്ടോ എല്ലാം ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്? ഇല്ല അങ്ങനെ ഒരു സംഭവങ്ങൾ കണ്ടിട്ടില്ല. അന്വേഷിച്ച് വരികയോ അല്ലെങ്കിൽ പോലീസ് വരികയോ മറ്റുള്ള ആളുകൾ വരുമോ ഒന്നും നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇല്ല. ഈ വീട് ഇങ്ങനെ എത്ര നാളായി അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്? വീടിപ്പം ഇവൻ ഞാൻ അറസ്റ്റ് ആയല്ലോ അന്ന് മുതലാണിത് അടഞ്ഞു കിടക്കുന്നത് സംഭവം. അതിനു മുമ്പൊക്കെ ഇവിടെ അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഈ അറസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഇവരെ കാണാനില്ല. എങ്ങോട്ടാ മാറിയെന്നോ ഇതൊന്നും നമുക്കറിയത്തില്ല. ആളെ കണ്ടിട്ട് ചോദിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ഉള്ള അന്വേഷിച്ചില്ല. ഇവിടെ ഇല്ല. ആരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്? അപ്പനും അമ്മയും ഉള്ളായിരുന്നു. ഇവൻ്റെ അപ്പനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ധന്യ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം 2016 ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. ഈ പ്രദേശത്തും തന്നെയാണ്, ഈ സമീപത്ത് തന്നെ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ അത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് എസ്റ്റേറ്റ് ഭൂമി വാങ്ങാൻ നിന്നും ഒരു ആശുപത്രി തുടങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് തട്ടിപ്പ് നടത്തിയത്. അതിനുശേഷമാണ് ഈ ജില്ലയിലുടനീളം വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ സൊസൈറ്റികൾ രൂപീകരിച്ചത്. സൊസൈറ്റികളിൽ ജനപ്രതിനിധികൾ അടക്കമുള്ളവരെ വിശ്വാസത്തിലെടുത്ത് അവരെ അതാണ് ഇവിടെ ജനപ്രതിനിധികളെ എല്ലാം ഈ പറയുന്ന NGOസിലൊക്കെ മെമ്പർമാരാക്കുന്നു. അവരെ കൂടി ചേർത്തുകൊണ്ട് വിശ്വാസ്യത ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്നു. അതാണ് സ്ഥിരം പരിപാടി എന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അയൽവാസിയായ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല. എങ്കിൽ പോലും അവിടെ ഏത് പാർട്ടിയുമായിട്ടാണ് ഇയാൾ സഹകരിക്കുന്നത്? ഏറ്റവും പ്രധാനമായും BJPയുടെ ഒരു അംഗം അല്ലെങ്കിൽ ആ രീതിയിൽ ആണ് ഇയാൾ പ്രചരണമെല്ലാം നടത്തുന്നത്. BJP നേതാക്കന്മാരുമായിട്ടും ബന്ധമുണ്ട്. പല ആളുകളുടെയും രീതിയിൽ ഇത്തരത്തിൽ അവരുടെ എല്ലാം അടുത്ത ബന്ധമുള്ള ആളാണ് എന്നെല്ലാം പറയുന്നു. ആദ്യഘട്ടത്തിൽ തട്ടിപ്പ് നടത്തുന്നത് വനിതാ കമ്മീഷൻ അംഗത്തിൻ്റെ PA ആണ് എന്നുള്ള ഒരു ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അത്തരത്തിൽ ഈ തട്ടിപ്പെല്ലാം നടത്തിയിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് പല നേതാക്കന്മാർ, അതായത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ
പാർട്ടികളിലെ ഒന്നും നോക്കാതെ ഒരു പൊതുമുഖം സൃഷ്ടിച്ചെടുത്ത ശേഷം അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ആളുകളെ ഇത് ഉൾപ്പെടുത്തും. അതായത് സാമൂഹ്യ ഉന്നമനം ലക്ഷ്യമിട്ടാണ് വിവിധ CSR ഫണ്ടുകൾ അത് ശേഖരിക്കുന്നത്. ശേഖരിച്ച് അത് നിങ്ങൾക്ക് നൽകും. പ്രധാനമായിട്ടും ഈ നിസ്സാരമായ വിലയ്ക്ക് സ്കൂട്ടർ നൽകും. അതായത് അത്തരത്തിൽ 60,000 രൂപ ആ സ്കൂട്ടർ വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിക്കും. അതുപോലെ തന്നെ ഈ മലയോര മേഖലയിലാണെങ്കിൽ രാസവളങ്ങൾ, കാർഷികോപകരണങ്ങൾ ഇതെല്ലാം നൽകും. ലാപ്ടോപ്പ് മിതമായ വിലയ്ക്ക് നൽകും. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളുമാണ് ഈ അനന്തകൃഷ്ണൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ വിശ്വാസ്യത എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ മുഖം, അതായത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകളെല്ലാം മുന്നിൽ നിർത്തി ഈ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, 2016-17 കാലഘട്ടത്തിൽ ഇത്തരം ഒരു തട്ടിപ്പ് നടന്നു. ഇപ്പോൾ 2025 ആയിരിക്കുന്നു. അത്തരം ഒരു തട്ടിപ്പ് നടത്തിയ ആൾ വലിയ രീതിയിലൊരു തട്ടിപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് നൽകി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ ഇത് നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലൊരു തട്ടിപ്പാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാകാനൊരു സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ പല സൂചനകളും ലഭിച്ചതാണ്. അന്ന് കൂടുതൽ ഈ തട്ടിപ്പ് നടന്ന് ഇടുക്കി ജില്ലയിലെ മുട്ടം, കൊടയത്തൂര്, കോളപ്ര, ഏഴാമൈൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന് സമീപത്തായിട്ടുള്ള മേഖലയിൽ തന്നെയാണ് അത്തരത്തിൽ കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നാണ് അന്ന് പുറത്തു വന്ന വിവരങ്ങൾ. തട്ടിപ്പിൽ സമ്പാദിച്ചതും എല്ലാം ഇടുക്കിയിലും പാലയിലുമായിട്ട് വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങളും ആസ്തികളും എല്ലാം ഉണ്ട്. അപ്പോഴാണ് ഇത്തരത്തിൽ വലിയ നാട് മുഴുവൻ തട്ടിപ്പ് നടത്തി അറസ്റ്റിലാകുന്നത്. മറ്റ് നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ടെന്ന് അറിയുന്നു. സിജോ വർഗീസാണ് ഇടുക്കിയിൽ അനന്തകൃഷ്ണന്റെ വീടിനടുത്തു നിന്ന് തത്സമയം വിവരങ്ങൾ കൈമാറിയത്.